ഗുഡ് മോർണിംഗ്. കാശ്മീർ യാത്ര രണ്ടാം ദിനം. സമയം ഇപ്പോൾ 7:30 എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കാണാമെന്നാണ് പറഞ്ഞത്. എല്ലാവരും പോയി ഇറങ്ങി വരുന്നു. പുറത്തുനിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു. മഴയിൽ കുതിർന്ന് നിൽക്കുകയാണ് ശ്രീനഗർ. നനഞ്ഞ മഴയിലൂടെ നനഞ്ഞ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നു. തുമക്കോ ബാരിഷ് പസന്ദ് ഹൈ മുസ്കോ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. രാവിലെ കുറച്ച് മുഴുവൻ മഴയായിരുന്നു. നല്ല തണുപ്പുണ്ട്. ജസ്റ്റ് നമ്മുടെ കാറിലേക്ക് യാത്രയിലേക്ക് കയറുന്നു. ടീം റെഡിയാണ്, സെറ്റാണ്. അപ്പോൾ മഞ്ഞിൻ്റെ വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ. പക്ഷേ ലൈഫ് ഏറ്റവും ഓർമ്മിക്കത്തക്കതായ ദിനത്തിലേക്കാണ് നമ്മൾ തുറന്നു തുറക്കുന്നത്. നമ്മൾ മഴയിൽ കുതിർന്ന ശ്രീനഗർ നഗരത്തിലെ നഗരവീഥികളിലൂടെ യാത്ര ആരംഭിക്കുകയാണ്. ഗുൽമാർഗിലേക്കുള്ള യാത്ര. ഇവിടുന്ന് 50 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. നോക്കാം. People is good, number 1 in India. Oh, thank you. Kerala is the most educated people. Today you have plan go to Gulmarg. Yeah. You have a plan phase 1 and phase 2. Yeah. First phase above sea level, 10,500 above sea level. Okay. Then after you change the another gondola cable, go to the another go to up 14,500 above sea level. We can see snow there. Yes, you know there. Yeah. Thank you very much. അപ്പോൾ ഇവിടെ എത്തി. ഗുൽബാർഗ് എത്തിയപ്പോൾ മുകളിലേക്ക് പോകുന്നുള്ള അച്ചാറിൻ്റെ പയർ എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ബൂട്ട് വേണം, അതുപോലെ തന്നെ ജാക്കറ്റ് വേണം എന്ന് ഓരോക്കെ മറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ജാക്കറ്റ് കൊണ്ടുപോയി ജാക്കറ്റുകൾ വാങ്ങുന്നില്ല, പക്ഷേ ഷൂ വാങ്ങി, റബ്ബർ ബൂട്ട് എല്ലാവരും അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൂട്ടും നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു 13ാമനെ കടന്നു വരിക. 12 പേരുള്ള ഒരു യാത്രയായിരുന്നത്. നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു 13ാമൻ കടന്നു വരിക്കുന്നു. അതാ ഫാദർ ഗിരീഷ് അനിയൻകുട്ടൻ. അവൻ അമൃത്സറിൽ നിന്ന് ഇന്നലെ നമ്മളോട് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ പൈസ കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നിപ്പം ജോയിൻ ചെയ്യുന്നതാണ്.
1 കിലോമീറ്റർ നടക്കണം എന്താ പറയുക. അല്ലെങ്കിൽ വാഹനം ഉണ്ടാവും. ഈ വാഹനം ഇവിടെ പാർക്കിങ്ങിൽ നിർത്തും. അവിടെ നമ്മൾ കുറച്ച് ദൂരം നമ്മൾ എന്തെങ്കിലും നടക്കണം 1 കിലോമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് വണ്ടി വിളിച്ച് പോകാം. ഓക്കെ, അവിടെ നിന്നാണ് നമ്മുടെ മുകളിലേക്ക് കേബിൾ കാർ 1 കിലോമീറ്റർ നടക്കുകയോ അല്ലെങ്കിൽ വാഹനം വിളിച്ച് പോവുകയോ ചെയ്യാം. നോക്കൂ, ഫുൾ നമ്മുടെ എന്താ പറയുക പൈൻ ഫോറസ്റ്റ് പോലെ അല്ലേ, പൈൻ ഫോറസ്റ്റ് തന്നെ. താഴെ കോടെ ജസ്റ്റ് മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് നല്ല തണുത്ത കാറ്റിനെ വീശിക്കൊണ്ടിരിക്കുന്നു. താഴെ എന്താ പറയുക ലെയർ കോട്ടൊക്കെ വാങ്ങിയിട്ടുള്ളത് തണുപ്പത്ര കൂടുന്നില്ല. എന്നാലും കണ്ണിലും മുഖം അടിക്കുമ്പോൾ ഒരു വല്ലാത്ത തിളച്ച കയറുന്ന ഫീലുണ്ട്. അങ്ങനെ നമ്മൾ ഗുൽമാർഗിലേക്ക് എത്തുന്നു. ये गुलमार्ग है. This is the parking area അല്ലേ. അങ്ങനെ ഗുൽമാർഗിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. താഴെ കാണുന്നൊരു ഗോൾഫ് കോഴ്സാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഫോട്ടോ കണ്ടു. എല്ലാവരും ഇങ്ങനെ ഓരോരോ വേഷം കേട്ട് നിൽപ്പല്ലോ ഇവിടെ. ഇനിയിപ്പോൾ ആരെ കണ്ട് തിരിച്ചറിയാലോ, എല്ലാവരും കണ്ട ഒരുപോലിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചൊവ്വാഗ്രഹത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ ഐ ലവ് ഗുൽമാർഗ് എന്നുള്ള ചെറിയൊരു ബോർഡൊക്കെ കാണുന്നുണ്ട്. യെസ്, അങ്ങനെ വണ്ടിയിൽ ഇറങ്ങി തന്നെ ഒരു പാർക്കിംഗ് ഏരിയ വന്നു. ഭയങ്കര എന്താ പറയുക, നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ അത് മഞ്ഞ് കയറിയുണ്ട്. അന്നേരം മഞ്ഞ് ഈ വിന്ററിൽ ഇവിടെ മുഴുവൻ സ്കീയിങ് നടക്കുന്ന സ്ഥലമാണ്. ഓ, മഞ്ഞ് പോയിട്ടില്ലേ? ശരി ശരി. തൂവൽ ചിറകിൽ ശിശിരം ചികയും അരയെന്ന പൈതലേ. ഇവിടെ ആ കുട മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. അവിടെ ഒരു വെൽക്കം ടു ഗുൽമാർഗ് കൊണ്ടോള എന്ന് ഇങ്ങനെ റൺ ചെയ്ത് എഴുതി പോകുന്നുണ്ട്.
വൺ ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് സിനിക് കേബിൾ കാർ എന്നവിടെ കാണുന്നുണ്ട്. കേബിൾ കാർ റൈഡ്സ്. ദിസ് ഫെസിലിറ്റി ഈസ് ഓപ്പറേറ്റഡ് എന്തൊക്കെ എഴുതുന്നുണ്ട്. നെസ്റ്റിൽഡ് ഇൻ ദി പീർ പഞ്ചൽ റേഞ്ച് ഇൻ എ കപ്പ് ഷേപ്ഡ് വാലി. ഗുൽമാർ ഹാസ് ബീൻ സ്പെഷ്യലി ടച്ച്ഡ്. അത്ര വായിക്കുന്നുള്ളൂ. യെസ്, ജെൻസ് ആൻഡ് ലേഡീസ് ചെക്കിംഗ് ഈസ് ദർ. ഓക്കെ, ഗോണ്ടോള കയറിയിരിക്കുന്നു. തുഴയാ തുഴയാ മൗനരാഗ കിളികളായി പ്രേമസാഗരം. ഗോണ്ടോള കയറാൻ വേണ്ടി ക്യൂ ആണ് ഇവിടെ. നീണ്ട ക്യൂ, അവിടെ ആൾക്കൂട്ടമാണ്. അത് പറയുന്നത് കമ്പാരിറ്റീവ് ചെയ്യുന്ന ദൂരം ഒന്ന് തിരക്ക് കുറവാണെന്നാണ് പറയുന്നത്. അത് ഗോണ്ടോള കറങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മൾ 2 സ്റ്റെപ്പാണ് കയറുന്നത്. ക്യൂ തുടരുന്നു. നീണ്ട ക്യൂ ആട്ടോ. ഏകദേശം ഒരു 90 ഗോണ്ടോള കാറിലേക്ക് എത്തി. 6 പേർക്കാണ് നമ്മൾ കയറാൻ പറ്റുന്ന മനസ്സിലാക്കുന്നത്. അതിൽ വന്നുകൊണ്ടിരിക്കുന്നു. നോക്കാം. നമ്മുടെ ഗോണ്ടോള വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കയറാം. ഒരു ലേഡി ജമ്മുവിന് കാശ്മീരിലേക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ ടർബുലൻസ് കാരണം നല്ല മഞ്ഞ നടന്നോടിക്കും. അതെ, ഇവിടുന്ന് ഇറങ്ങി വരാണ്ട് പോകുന്നവർക്ക് മഞ്ഞൊക്കെയാണ്. പക്ഷെ കാണാൻ പറ്റുകയുള്ളത് കാരണം ഫുള്ള് കോട ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഇതിലുണ്ടാവും അവർ വന്നു വെയിറ്റിംഗ് പോയി. അവിടുന്ന് ഒന്നും മഞ്ഞുണ്ടോ? ഗോണ്ടോളയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞ് 2ാം സെക്ഷനോട് ക്യൂ നിൽക്കുകയാണ്. 2ാം സെക്ഷൻ കയറി കഴിഞ്ഞു. അടുത്ത ഗോണ്ടോള സെക്കൻഡ് സെക്ഷനിലേക്കുള്ള ക്യൂവിലാണ്. താഴെ ഒന്നും കാണത്തില്ല. കുറേ നീണ്ട ക്യൂ ആണ് ഇവിടെ എത്തിയത്. ഇനിയിപ്പം എന്താവുക എന്തോ. അങ്ങനെ നീണ്ട ഒരു 1-2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് സെക്കൻഡ് സ്റ്റേജ് ഗോണ്ടോള കയറാൻ പറ്റുന്ന ക്യൂവിൻ്റെ അവസാന സ്റ്റേജ്. ശരി, ഡിസ്കസ്റ്റിംഗ് ആ വാക്കാ ശരി അല്ലേ? ആ വാക്കാ ശരി, ഡിസ്കസ്റ്റിംഗ്. എത്ര പറയാനുണ്ട്? മഴയാണ്. കാര്യമില്ല. അത്ര പിടിച്ചില്ല നമുക്ക്. അതെ, എവിടെയെങ്കിലൊക്കെ ഇരിക്കും. അങ്ങനെ ഗോണ്ടോളയ്ക്കുള്ളിൽ ഡിന്നർ കഴിക്കുന്ന അതാ ഗോണ്ടോളയ്ക്കുള്ളിൽ ലഞ്ച് കഴിക്കുന്ന ഒരു കുടുംബം. എല്ലാവരും ഉണ്ട്. കാണുന്നില്ല. അത് തണുത്ത് ഇരിക്കുകയാണ് സീത. ഈശ്വര, എന്തൊക്കെയാ കാണുന്നു കേൾക്കുന്നുണ്ട്. ചെളി പിടിച്ച മഞ്ഞ. മഞ്ഞാണോ? ജിലേബി മേടിച്ചോണ്ട് അതാണ് ഗിരിഫിടെ കൊണ്ടുവന്നാ കഴിക്കണ. ജിലേബി ഒക്കെ കൊണ്ടുവന്നു. അനിയൻ അച്ഛന് വേണ്ടി ചേർത്തി കൊണ്ടുവന്ന ചേർത്തിയപ്പോ കൊണ്ടുവന്ന ജിലേബി. അയ്യോ, കൈ തടുത്തിട്ട് വേറെ താക്കളെ മഞ്ഞ കാണുന്നല്ലേ? കത്താവേ നിന്നോ? അനക്കൊന്നും കാണുന്നല്ലോ. 480 കിലോ. കൊച്ചുകുട്ടി എത്ര ഉള്ളൂ? ഒരാൾ 80 കിലോ വെച്ചുണ്ടെങ്കിലേ
മധുരം മധുരം. അപ്പോ ഇപ്പോഴാണ് കറക്റ്റ് മഞ്ഞ് വരുന്നത്. ഇവിടെ നൂറുകാനെ കുടുംബം ഇപ്പോ പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോ? താഴെ മഞ്ഞാണ്. താഴെ നോക്കിയാൽ അറിയാം. താഴെ ആ കാണുന്നത് ഞങ്ങൾ അന്റാർട്ടിക്കയുടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെൻഗ്വിൻ ഉണ്ടോ അവിടെ? പെൻഗ്വിനെ കിട്ടുമോ? ഉള്ളി വെള്ളയുടെ രാജ്യം. ഇത് നിരക്ക് വിലയില്ല, ഞങ്ങൾക്ക് കറുപ്പേ വിലയുള്ളൂ. ഇതുവരെ വെള്ളമായിരുന്നു അവിടുത്തെ ലാൻഡ്മാർക്ക്. നല്ല കോമ്പിനേഷൻ, ബെസ്റ്റ് ആണ്. ഒരു സാധനം അടിപൊളി. നോക്ക്. ആഹാ, താഴെ കോടമഞ്ഞ്, മോളിൽ മഞ്ഞ്, അതിന് മുകളിൽ വെയില്. കാണുന്നില്ലോ അതൊന്നും വേറെ കാര്യം. ഫാന്റാസ്റ്റിക്, എലാസ്റ്റിക്, മാഗ്നിഫിഷ്യന്റ്. അത് യതി മഞ്ഞ് മനുഷ്യൻ. ഞങ്ങൾ യതി എന്ന് പറയും ഞങ്ങള് മലയാളികൾ. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, എലാസ്റ്റിക്, ഫാന്റാസ്റ്റിക്, എലാസ്റ്റിക്. നടന്നു പോയ മനസ്സിലാലോചിക്കും. ഷർപ്പുകൾ പറ്റില്ലോ അവരങ്ങനെ അതിനു വേണ്ടി. അതെ ഇതുണ്ട്, സ്കീയിങ്ങിന്റെ ആ ലൈൻ ഉണ്ട്, നല്ല ഡീപ്പായിരിക്കും. റീൽസ് എന്തായാലും താഴെ ഉള്ളതായിരിക്കും കട്ടിയുള്ളത്. ചവിട്ടി മതിച്ച ആൾക്കാർ എന്താ ആൾക്കാർ ഇതിൽ ഇറങ്ങുന്നത്. നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ ടോപ്പ് സ്റ്റേഷൻ സ്കീയിങ് സ്റ്റേഷൻ ആണ്. ഇനി ഇവിടെ അല്ല സുഖേ, എല്ലാം എക്സ്പെൻസീവാ. എത്തിപ്പോയി. അടിപൊളി. നോക്ക് മഞ്ഞ്. ഇത് വേറൊരു ലോകം. തൂവൽ ചിറകിൽ ശിശിരം ചികയും അരയെന്ന പൈതലേ തുഴയാ മൗനരാഗ കിളികളായി പ്രേമസാഗരം കടൽ നീലവും ഗഗനവും പുൽകുമോളവും തൂവൽ ചിറകിൽ ശിശിരം ചികയും അരയെന്ന പൈതലേ. ഒരു പിടി മനസ്സിൽ ഓരായിരം കഥകൾ പൂക്കും പൂമുഖങ്ങളിൽ. ഒരു പിടി മനസ്സിൽ ഓരായിരം കഥകൾ പൂക്കും പൂമുഖങ്ങളിൽ. എന്നെന്നും ലാളിക്കാനീ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാനാവോളവും പ്രണയം മധുരം മദലസലധികം ആടാം പാടാം ആനന്ദമാ. ഹാപ്പിയായി. പ്രായമൊന്നും ബാധിക്കില്ല. കൈ അനക്കാൻ പറ്റുന്നില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. രക്ഷപ്പെടാൻ വരൂ. നോക്കൂ, മഞ്ഞു മൂടിയ മലനിരകൾ. മലനിരകൾക്ക് അപ്പുറം കാണുന്ന മഞ്ഞും ആകാശവും ഭൂമിയും ഇവിടെ ഒന്നായി തീരുന്ന ഒരു മനോഹര സീനാണ്. കണ്ടോ?
ഏതാണ് ആകാശം ഏതാണ് ഭൂമി എന്ന് ഇവിടെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബ്യൂട്ടി. നല്ല സൂര്യപ്രകാശം. ഇന്ന് ഉച്ചവരെ വെയിലായിരുന്നു, ഇതുവരെ വെയിലായിരുന്നു പറഞ്ഞു കേട്ടല്ലോ, മഴയായിരുന്നു പറഞ്ഞു കേട്ടു. നമുക്ക് വേണ്ടി ദൈവം ഇവിടെ നല്ല വെയിലൊരുക്കി. ബ്യൂട്ടിഫുൾ പ്ലേസ്, വെരി എൻജോയ്ഡ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അങ്ങനെ ഗുൽമാർഗ് ഫേസ് 2 ഞങ്ങൾ മടങ്ങുകയാണ്. അതാണ് ഇപ്പോൾ അന്നേരം ചെറിയ കുറയ്ക്കാൻ കാരണം വേറൊന്നുമല്ല, താല്പര്യം ആശയം കൈക്കാലും മരച്ചു, മൊബൈൽ കൈ ഇരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്, അടിപൊളി, റിയലി എൻജോയ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയാം. വേറെ കഷ്ടപ്പെട്ട് എത്താൻ കിട്ടുന്ന വേറെ കാര്യം, എന്നാലും റിയലി എൻജോയ്. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി. എന്റെ ഈശ്വരാ തണുക്കുന്നേ. ഇപ്പൊ രസമായില്ലേ? അങ്ങോട്ട് പോയി കണ്ടില്ല നമ്മുടെ ആക്രാന്തവും മാറി. മഴ പെയ്തില്ല. മഴയൊക്കെ പറഞ്ഞിരുന്നേ. എന്തോ ലക്ക് കൊണ്ട് നമ്മൾ മഴ നമ്മളെ ബാധിച്ചില്ലല്ലേ? അതിനാന്നറിയോ, ഈ തിരക്ക് വരുന്നത് അതുകൊണ്ടായിരിക്കും. മഴ വരുമ്പോ ആൾക്കാർ കൊണ്ട് കയറിട്ട്. ആരാ നമ്മളോട് പറഞ്ഞ മോളിൽ കയറി തിരിച്ചാ ദേവടി വിടൂന്ന്? ആ ടൂർ ഗൈഡല്ലേ? അല്ല അന്നേരം മഴ ആയിരിക്കാം. അല്ല അന്നേരം മഴയായിരുന്നു. അത് ഇറങ്ങി താഴെ വരത്തേ ഉള്ളല്ലോ. നമ്മള് പോയത് മുതലായി. മോളിൽ കയറ്റിയാലെന്നൊക്കെ പറഞ്ഞു. എങ്ങനെ വന്ന ഒരു 10 മീറ്റർ ചുറ്റളവിൽ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാവാതിരിക്കില്ല. നോക്ക്, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ സിംഗപ്പൂർ പോയപ്പം ഇങ്ങനെ നടന്നു പോകുന്നതിനിടെ ഈ റിച്ചു കുഞ്ഞല്ലേ, അവന്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണാണ്, അതൊരു ടിഷ്യൂ താഴെ വീണു. പുറകെ എന്റെ പുറകിൽ അവനെ മുന്നിൽ, ഇവർ രണ്ടുപേരും മുന്നിൽ, ഞാൻ എന്റെ ആ സായിപ്പ് അതെടുത്തിട്ട് ഫേസ് മാസ്ക്. അതാണ് കൾച്ചർ. അങ്ങനെ ഗൊണ്ടോളയിൽ കയറി 2 സ്റ്റേജും കവർ ചെയ്ത് മഞ്ഞിൽ കളിച്ച് കുളിച്ച് തിരിച്ച് നമ്മൾ ഇതാ ഗോൺല സ്റ്റേഷൻ. ഇനിയും മടക്കയാത്രയാണ്. ഇവിടുത്തെ ആ ഒരു ജീപ്പിന് പാർക്കിംഗ് കയറി പോകണം. അവിടുത്തെ തിരിച്ച് നേരെ ശ്രീനഗറിലേക്ക്. യെസ്, ഒരു വ്യത്യസ്തമായ അനുഭവം ജീവിതത്തിൽ. അല്ലേ ഷജ, എന്ത് തോന്നുന്നു? എന്താ പറയാ, നമുക്ക് ഒരിക്കലെങ്കിലും അനുഭവിച്ചിരിക്കണം. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. എൻജോയ് ചെയ്തു ശരിക്കും. കൂടുതലാണ് എന്നാലും തണുപ്പൽപ്പം എക്സ്ട്രീം ആയിരുന്നു, പക്ഷെ അത് വേണമല്ലോ, എല്ലാം വന്നത്. രാജേഷേ, ഉണ്ണിക്കുട്ടാ ഫോട്ടോസ് കിട്ടായിരുന്നോ? ഉണ്ണിയേ ഫോട്ടോ കിട്ടിയോ? ഫോട്ടോ ഇത് പറയരുത്. നന്നായി തണുത്തു. മുകളിൽ നല്ല തണുപ്പായിരുന്നു, അസാധ്യം, ചെറുതല്ല, നല്ല തണുപ്പായിരുന്നു. മോളെ ഇഷ്ടായോ? പക്ഷെ ഇതെങ്ങനെ ആൾക്കാർ ജീവിക്കുന്നു? അതെ അതെ, എങ്ങനെയാ ഇവിടെയുള്ള മനുഷ്യന്മാർ എങ്ങനെ തണുപ്പ് ജീവിക്കുന്നില്ല? അതൊരു കാര്യമാണ്. തീർച്ചയായും വിപിനെ പാരാമലായിരുന്നു. ഇതൊരു ഗോൾഫ് കോഴ്സാണ്. ഞങ്ങൾ തിരിച്ച് ഗുൽമാർഗ് എത്തി. മഞ്ഞിനകത്തുള്ള കളിയും കുളിയും കഴിഞ്ഞ് തിരിച്ചെത്തി. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. നമ്മുടെ വെഹിക്കിൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നെന്നും ലാളിക്കാനീയോർമകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാനാവോളവും പ്രണയം മധുരം മദലസലധികം ആടാം പാടാം ആനന്ദമായി തൂവെൺ തൂവൽ ചിറകിൽ ശിശിരം ചികയും അരയന്ന പൈതലേ. അങ്ങോട്ട് നോക്കിയേ, ഇതാ അവിടെയാണ് നമ്മൾ കയറിപ്പോയി വന്നത്. ഈ മഞ്ഞുമല കണ്ടിട്ടാണ് നമ്മൾ അല്പം ഇറങ്ങി വന്നത്.
അങ്ങനെ രണ്ടാം ദിനവും നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ സ്ഥലത്ത്.